ഞാൻ ഗുരുവായൂരപ്പനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ 3 കാര്യങ്ങൾ വെച്ചിട്ട് എപ്പോഴും പറയാം. 1 ഹോപ്പ്, പ്രതീക്ഷ; 2 ലവ്, സ്നേഹം; 3 സന്തോഷം, ഹാപ്പിനെസ്. ഇത് 3മാണ് കൃഷ്ണൻ. ഇത് 3 തന്നെയാണ് രാധ. അതാണ് ദ്വാരക. ഇന്ന് കാണുന്ന ദ്വാരകയല്ല. ആ ദ്വാരക കടലിൽ ഭഗവാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഭഗവാൻ പോയതോടുകൂടി പോയിട്ടുണ്ട്. പലതും വൃന്ദാവനാണ് നമുക്ക് ഇന്നും ബാക്കിയുള്ളത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഭഗവാൻ വേണ്ടത്ര ഒരു അമ്മയുടെ വാത്സല്യം കിട്ടിയ കുട്ടിയല്ല. ജനിച്ച ഉടനെ ഒരു അമ്മയെ, പെറ്റമ്മയെ ഭഗവാൻ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരുന്നു. വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ അമ്പാടിയിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ ഭക്തിയെപ്പറ്റി, ഭഗവാനോടുള്ള ഭക്തിയെപ്പറ്റി പറയുമ്പോഴത്തേക്കും കേരളത്തിലെല്ലാം കൃഷ്ണനാണ്. കൃഷ്ണ ഗുരുവായൂരപ്പനാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ പത്മനാഭനുണ്ട്, ശ്രീപത്മനാഭനെയാണ് നമ്മൾ തൊഴുന്നത്. തിരുവട്ടാറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കൃഷ്ണൻ തന്നെയാണ്, ആദികേശവ പെരുമാൾ. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാസർഗോഡ് വരെയുണ്ട് നമുക്ക്. പക്ഷേ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൃഷ്ണനെ രണ്ടാമതാണ് വെച്ചിരിക്കുന്നത്. ആദ്യം കാണുമ്പോൾ ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മധുരയിൽ പോകുന്നു, കൂടുതലും വൃന്ദാവനത്തിലാണ്. ചെല്ലുമ്പോൾ പറയുന്നത് രാധേ രാധേ എന്നാണ്, ജയ രാധേ, അതൊക്കെ ആയിരിക്കും ആദ്യം പറയുന്നത്. എന്താ കേരളത്തിൽ രാധയില്ലാത്തത്? കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവത സമ്പ്രദായത്തിൻ്റെ ഒരു കണക്ക് നോക്കുന്ന സമയത്ത് കേരളീയ പാരമ്പര്യത്തിൽ ശ്രീമദ് ഭാഗവതത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഇപ്പോൾ കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വള്ളിയൂർ തിരുമേനി ഭാഗവത ഹംസം, ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന വെൺമണി കൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള സകല മഹാത്മാക്കളും ഏറ്റവും കൂടുതൽ ഉപാസിച്ചിട്ടുള്ളത് ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെയാണ്. ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി എന്നാണ്. ശ്രീമദ് ഭാഗവത ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണൻ്റെ അവതാരമാണ്, കൃഷ്ണൻ്റെ അക്ഷരരൂപത്തിലുള്ള അവതാരമാണ് ഭാഗവതം എന്നാണ്. ആ ഭാഗവതത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ രാധ എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. രാധ എന്നുള്ള ഒരു പദം അതിലില്ല. രാധ കഥാപാത്രമില്ല. ഇല്ല, രാധ എന്നുള്ളൊരു കഥാപാത്രം ഇല്ല എന്നല്ല, ആ പേരില്ല. രാധ ഒരു ഗോപികയെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഭഗവാൻ രാസക്രീഡ നടക്കുന്ന സമയത്ത് ഒരു ഗോപികയെ മാത്രം ഭഗവാൻ ചുമന്നുകൊണ്ട് പോയി എന്നൊരു വ്യാഖ്യാനം പറയും. നമുക്കറിയാം കൊണ്ടുപോയിരിക്കുന്നത് രാധയാണ്, പക്ഷെ ആ പദം അവിടെ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ രാധയുടെ ഒരു എന്താ പറയുക, അപ്രമാദിത്വം ഇല്ലാന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളത് പോലെ ഒരു അപ്രമാദിത്വം ഇല്ലാന്നേ ഉള്ളൂ. കേരളത്തിൽ രാധയുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ അഭേദാശ്രമത്തിൽ തിരുവനന്തപുരത്ത് തന്നെ രാധാദേവിയുടെ പ്രതിഷ്ഠയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ രാധയ്ക്ക് അത്രയധികം പ്രാധാന്യം കിട്ടാതായി പോയത്. പക്ഷെ അത് ഒരു കാരണവശാലും ദേവിയുടെ മഹിമയെ ഇല്ലാതാക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കണം. രാധയും കൃഷ്ണനും തമ്മിൽ ഒരു ഭേദഭാവവും ഇല്ല. എങ്ങനെയാണോ ശിവനും ശക്തിയും നമ്മൾ ഒന്നായിട്ട് കാണുന്നത്, അതുപോലെ കാണേണ്ട 2 സങ്കല്പങ്ങൾ തന്നെയാണ്. നമുക്ക് ഏകസ്രോതസ്സായിട്ടുള്ള ബ്രഹ്മം നമുക്ക് വേണ്ടിയിട്ട് കാണാവുന്ന രൂപത്തിൽ പുരുഷനും പ്രകൃതിയായിട്ടും ശിവനും ശക്തിയായിട്ടും കൃഷ്ണൻ രാധയായിട്ടൊക്കെ നിലകൊള്ളുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ദേവിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ട് ദേവി ഇല്ല എന്നും വ്യാഖ്യാനിക്കാൻ ഉള്ള അങ്ങനെയുള്ള ബോഷ്കളൊന്നും പറയാതിരിക്കുക. പല ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടോ, രാധ ഇല്ല, ഓക്കെ, അങ്ങനെയൊന്നുമില്ല. രാധ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെയൊക്കെ മനസ്സിൽ ഓരോ ബ്ലേഡ് എടുത്ത് കീറുന്നത് പോലെയൊക്കെയാണ്. അങ്ങനെയൊന്നും പറയാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ ഭഗവതിക്ക് ഒരു പ്രാധാന്യത്തിലുണ്ടായ ഒരു ചെറിയ കുറവ് എനിക്ക് തോന്നുന്നു ഈ പാരമ്പര്യം പറയുന്നതുകൊണ്ടായിരിക്കും. രണ്ടാമത്, അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യാഖ്യാനമായിട്ട് തോന്നിയിട്ടുള്ളത്, എന്തുകൊണ്ട് ഭാഗവതത്തിൽ രാധ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചില്ല. അതിൽ കുറേ വേർഷൻസ് ആയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കതിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്, നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോഴും പറയുന്നത്. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ട വേർഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാധ എന്ന് പറയുന്ന ശബ്ദം ആനന്ദ ശബ്ദമാണെന്നാണ് പറയുക. അത് പരമാനന്ദത്തിൻ്റെ ശബ്ദമാണ്. ഇപ്പോൾ രാധ എന്ന് പറയുന്ന ശബ്ദം ഉച്ചരിക്കുന്ന മാത്രയിൽ തന്നെ പരമമായിട്ടുള്ള സമാധിയിലേക്ക്, ആനന്ദാവസ്ഥയിലേക്ക് ശ്രീശുകൻ പോവും എന്നാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ബാക്കി കഥ പറയാനുള്ള സമയം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അത് ഏറ്റവും സില്ലി ആയിട്ടുള്ളൊരു വ്യാഖ്യാനമായിരിക്കാം, പക്ഷെ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രേമമാണ്, ആനന്ദമാണ്. ഇത് രണ്ടുമാണ് ഞാൻ ഭഗവാനെ ഡിഫൈൻ ചെയ്യാറുള്ളത്. ഞാൻ ഗുരുവായൂരപ്പനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ 3 കാര്യങ്ങൾ വെച്ചിട്ട് എപ്പോഴും പറയാം. 1 ഹോപ്പ്, പ്രതീക്ഷ; 2 ലവ്, സ്നേഹം; 3 സന്തോഷം, ഹാപ്പിനെസ്. ഇത് 3മാണ് കൃഷ്ണൻ. ഇത് 3 തന്നെയാണ് രാധ. അതിൽ ഹോപ്പ് ആണെങ്കിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആനന്ദവും അതുപോലെ സന്തോഷവും അതുപോലെ തന്നെ പ്രതീക്ഷയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 വികാരവും രാധയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാധ എന്നുള്ള ശബ്ദം ഉച്ചരിക്കുന്ന മാത്രയിൽ അനുഭവിക്കുന്നത് കൃഷ്ണനെയാണ്, രാധയല്ല. ആ രാധ എന്ന് പറയുന്ന ശബ്ദം ഉച്ചരിക്കുമ്പോഴാണ് ആരെ അനുഭവിക്കാൻ സാധിക്കുന്നത്, കൃഷ്ണനെ അനുഭവിക്കാൻ സാധിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അത് മനഃപൂർവ്വം നോക്കൂ, എത്രയോ ഭാഗവതത്തിൽ കൃഷ്ണ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൃഷ്ണശബ്ദത്തിൽ ഈ പറയുന്ന വ്യാഖ്യാനം അനുസരിച്ചിട്ടാണെങ്കിൽ കൃഷ്ണശബ്ദം ഉച്ചരിക്കുന്ന മാത്രയിൽ ശ്രീശുക ബ്രഹ്മർഷി എവിടേക്ക് പോയിട്ടില്ല.
ആനന്ദാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സമാധിയാവസ്ഥയിലേക്ക് പോയിട്ടില്ല. പക്ഷെ രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്നു എന്ന് പറയുമ്പോൾ ആ രാധ എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ ശക്തിയല്ലേ അത് കാണിക്കുന്നത്, അല്ലേ? അതൊരിക്കലും ദേവിയുടെ കുറവല്ലല്ലോ, ദേവി അത്ര ഉയരത്തിൽ കൊണ്ടുവച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇന്റർപ്രിട്ടേഷനാണ് എനിക്ക് താല്പര്യം. ഏതെങ്കിലും കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാധയ്ക്കും വലിയ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഭാവിയിലേക്ക് രാധയുടെ ആ ഒരു സങ്കല്പം കൂടുതലായിട്ട് കേരളത്തിന്റെ മണ്ണിൽ ഊർന്നിറങ്ങട്ടെ എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം. ഉത്തരേന്ത്യയിലേക്കാണെങ്കിൽ രാധ മാത്രമല്ല, ഇപ്പൊ ലളിത, വിശാഖ, ചമ്പക്ലത, ഇവരെയൊക്കെ സുഹൃത്തുക്കളെ, സഖിമാരുടെ കാര്യം. അപ്പൊ ഇതെല്ലാം അവിടെ ഉണ്ട്. ആ പേരുകളാണ് അവർ മക്കൾക്കൊക്കെ ഇടുന്നത്. പിന്നെ എപ്പോഴും ജപിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രേമാനന്ദജിയുടെ ശിഷ്യന്മാര് ജപിക്കാറുണ്ട്, രാധയാണ് ജപിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇസ്കോൺ ജപിക്കുന്നത് ഹരേ കൃഷ്ണ. അപ്പോൾ അവർ പറയുന്ന ഹരേ എന്ന് പറയുന്നത് രാധയാണ്, കൃഷ്ണൻ എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. അവരവിടെ മിസ് ചെയ്യുന്നില്ല. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു ഒരു, പക്ഷെ അതിന് പകരമായിട്ട് മറ്റാരെങ്കിലും ഉണ്ട് ഒരു സ്ത്രീ സങ്കല്പം കേരളത്തിന്? സ്ത്രീ സങ്കല്പത്തിൽ രാധയ്ക്ക് പകരമായിട്ട് വേറെ ആരും ഇല്ല, ഒരിക്കലും ഇല്ലല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. മാതൃസ്ഥാനത്തുണ്ടെന്ന് തോന്നുന്നില്ലേ? മാതൃസ്ഥാനത്ത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഭഗവാന്റെ ഞാൻ വ്യാഖ്യാനിക്കാറുണ്ട്. ഇപ്പൊ നോക്കൂ, ഒരുപാട് അമ്മമാർ ഇപ്പൊ ഇന്നും നമ്മുടെ വീടുകൾ, ഞാൻ പറയുന്ന എൻ്റെ ചിന്തകളാണ്, ഇതൊക്കെ എത്രത്തോളം ശരിയാവണമെന്നൊന്നുമില്ല. ഞാൻ പറയാറുണ്ട് പൊതുവിൽ, നിങ്ങളുടെ അടുക്കള ഭൂലോക വൈകുണ്ഠമാണ് എന്നാണ്. എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഏറ്റവും പരമമായിട്ടുള്ള ഭക്തിയോട് കൂടി ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറെടുത്ത് അത് നല്ല തൈര് കൂട്ടി കുഴച്ച് ഒരു അച്ചാറും ആക്കിയിട്ട് ഇത് എൻ്റെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞ് 4 ഉരുള വാങ്ങി ഒരു ഉരുട്ടി അവിടെ വെച്ച് ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുക്കള എന്തായി മാറിക്കഴിഞ്ഞു? ഭൂലോക വൈകുണ്ഠായി. അതാണ് ഗുരുവായൂരപ്പോൾ. നിങ്ങളുടെ അടുക്കളയെ ഗുരുവായൂരാക്കി മാറ്റാൻ കഴിവുള്ള അമ്മമാർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നാണ്. കാരണം ഈ യശോദയും അതുപോലെ ദേവകിയമ്മയും കുറൂരമ്മയെന്ന് എവിടെയും പോയിട്ടില്ല. ഇന്നും പല രൂപത്തിൽ അവർ നമ്മുടെ ഇടയിലൊക്കെ പല പേരുകളിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയോ അമ്മമാർ, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പ്രഭാഷണങ്ങളോ വീഡിയോകളൊക്കെ കാണുന്നവരിൽ എത്രയോ ആളുകൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അവർക്ക് പ്രഭാഷണത്തിൻ്റെയും ഗീതയുടെയും ഭാഗവത്തിൻ്റെയും സഹസ്രനാമത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. അവർക്ക് ഭഗവാനോടുള്ള സ്നേഹം, അത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ബാക്കിയൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. ആ ഭക്തിയാണ് ഭഗവാൻ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാതൃഭാവത്തിലുള്ള ഭഗവാനെ ആരാധിക്കാനുള്ള ഒരു കഴിവ് ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയോ കോടി ജന്മത്തെ പുണ്യം ഉണ്ടാവണമെന്നാണ് മാതൃഭാവത്തിൽ കാണണമെങ്കിൽ. കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഭഗവാൻ വേണ്ടത്ര ഒരു അമ്മയുടെ വാത്സല്യം കിട്ടിയ കുട്ടിയല്ല. വെച്ചാൽ ജനിച്ച ഉടനെ പെറ്റമ്മയെ ഭഗവാൻ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരുന്നു, വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ അമ്പാടിയിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് ഭാഗവത കാലഘട്ടത്തിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 10ാമത്തെ വയസ്സിലാണ് കംസനെ ഭഗവാൻ നിഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 1 മുതൽ 10 വയസ്സ് വരെയാണ് ഭഗവാൻ ആരുടെ സ്നേഹം കിട്ടിയിട്ടുള്ളത്? യശോദാമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളത്. അതും എങ്ങനെ നോക്കൂ, ഒരു ലോകത്തൊരമ്മയ്ക്ക് ഒരു കുട്ടി എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, അതിൻ്റെ അൾട്ടിമേറ്റ് ഈ 10 വയസ്സ് കൊണ്ട് ഭഗവാൻ കൊടുത്തു കഴിഞ്ഞു. ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ 1% പോലും ആ അമ്മയുടെ സ്നേഹത്തിൻ്റെ 1% പോലും കഴിഞ്ഞിട്ടില്ല. ഇനിയും ബാക്കി കിടക്കായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഭഗവാന്റെ നിയോഗം കൊണ്ട് ഭഗവാൻ പെട്ടെന്ന് വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പറിച്ചു മാറ്റപ്പെടുന്നത്. അപ്പോൾ ഒരു ബ്രോക്കൺ ചൈൽഡ്ഹുഡ് ഭഗവാൻ ഉണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഏറ്റവും നല്ലൊരു അമ്മയെ കിട്ടുന്നു, ആ അമ്മ പ്രസവിച്ച ഉടനെ പോകുന്നു. ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു അമ്മയെ കിട്ടുന്നു, 10 വയസ്സും ആ അമ്മയുടെ കൂടെ താമസിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറി പോകുന്നു. ഇപ്പോഴും അമ്മമാരുടെ സ്നേഹം കിട്ടിയിട്ട് മതിയായിട്ടുണ്ടാവില്ല ഭഗവാൻ എന്നാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പോഴും ഈ അമ്മമാരെ വിളിക്കുമ്പോൾ ഭഗവാൻ ബാക്കി ആരെ വിളിക്കുന്നതിനേക്കാൾ സ്പീഡിൽ ഓടി ചെല്ലുന്നത്. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എത്രയോ യോഗ്യമാർ ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് സകലമാന ഹോമങ്ങളും സകലമാന ക്രിയകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ ഒരു തരത്തിലുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്ത, നേരത്തെ പറഞ്ഞ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു യശോദ എന്ന് പറയുന്ന ഒരു അമ്മ, ഉണ്ണി വാ പൊത്ത് എന്ന് പറയുമ്പോൾ വാ പൊത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയുമല്ലോ, എന്നെ തവം ചെയ്തതിന് യശോദ എന്നാണ്. അതുപോലെ യശോദ തന്നെയാണ് എന്ന് പറയാനുള്ള ഒരു എന്താ പറയുക മഹാതിരിക്കണമെന്ന് ഞാൻ ചെയ്യണില്ല. പക്ഷെ ആ ഒരു രീതിയിലേക്ക് ഉയരപ്പെടാൻ സാധ്യതയുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇന്നുമുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിനകത്ത് ഇപ്പോൾ ഭഗവാൻ ഈ യശോദാമ്മ ഭഗവാനെ ഉരലിൽ കെട്ടിയല്ലോ ഗോകുലമന്ദന. ആ സമയത്ത് ഭഗവാൻ ഈ ഉരലിൽ കിടന്നിട്ടില്ല. ഉള്ള ആരോഗ്യം വെച്ച് അത് വെച്ച് കുത്തി പോയി അവിടെ കുബേരൻ്റെ മക്കൾ ശാപം കിട്ടി 2 മരുവൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഇടയിലൂടെ ഉരല് വലിച്ചു വരുന്നു. ആ സമയത്ത് ആ 2 വൃക്ഷങ്ങൾക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കണം. അപ്പോൾ യശോദാമ്മ കെട്ടിയിട്ടപ്പോൾ കണ്ണൻ അടങ്ങി കിടന്നിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു കുറൂരമ്മ ഭഗവാനെ ഈ ഒരു കറിക്കലം കൊണ്ട് അടച്ചു വെച്ചപ്പോൾ എവിടെയും പോയില്ല, അതിനകത്ത് തന്നെ ഇരുന്നു, എവിടെയും പോയിട്ടില്ല. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ഭഗവാൻ ഓരോരുത്തരെയും കാണുന്നത്. ചിലപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഭഗവാനെ അങ്ങയുടെ അമ്മ കെട്ടിയിട്ടപ്പോൾ പോലെ അങ്ങ് പോയി, എന്തുകൊണ്ട് കുറൂരമ്മ അടച്ചിട്ടപ്പോൾ അവിടെ തന്നെ ഇരുന്നു? വേണമെങ്കിൽ ആ കലം നിറക്കി പോയായിരുന്നല്ലോ, പോയില്ല. അത് ആ ഭഗവാൻ അങ്ങോട്ട് തോന്നുന്ന ഒരു വാത്സല്യമാണ്. ഇപ്പോൾ 12ാമത്തെ വയസ്സിലാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ
കുറൂരിലത്ത് ഗൗരി അന്തർജനം വിധവയാവുന്നത്. 12 നമുക്ക് കുറൂരമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു തൊലിയൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് പ്രായമായിട്ടുള്ള വൃദ്ധ, അവർക്ക് ആ കാറ്റഗറി ആ കാലഘട്ടം വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ ഈ കൃഷ്ണഭക്തിയൊക്കെ എന്നുണ്ട് നമുക്കറിയില്ല. 12ാമത്തെ വയസ്സിൽ ഭർത്താവ് മരിക്കുന്ന ഒരു യുവതിക്ക് ഭഗവാനെ എങ്ങനെ കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം? ഓർത്ത് നോക്കൂ. ഒരു മാധുര്യ ഭക്തിയല്ലേ തോന്നേണ്ടത്? എൻ്റെ ഭർത്താവായിട്ടല്ലേ കാണാൻ ഏറ്റവും എളുപ്പം. കാരണം വിധവയായി, ഇനി എനിക്ക് ആരേ ഉള്ളൂ? കൃഷ്ണേ ഉള്ളൂ. കൃഷ്ണനാണ് എൻ്റെ ഭർത്താവ്. ഇപ്പം മീരാഭായിയൊക്കെ നമുക്ക് അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ആ രീതിയിൽ കണക്ട് ആയിട്ടുള്ള ഭഗവാൻ ആ പ്രായത്തിൽ ആ ഭാഗത്തിൽ കണക്ട് ആവും. പക്ഷെ ഇവർക്ക് 12 വയസ്സായിട്ടുള്ള സമയത്തും ആ ഒരു ഉണ്ണിയെ മകനായിട്ട് കാണാൻ പറ്റി. അതായത് 12 വയസ്സാവണ കുറൂരമ്മയുടെ മനസ്സിൽ മാതൃഭാവമായിരുന്നു മാധുര്യഭക്തിയേക്കാളും കൂടുതലുണ്ടായിരുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് ഒരിക്കലും ഈ പ്രായം കൊണ്ടൊന്നും ഭക്തി അളക്കാൻ പറ്റില്ല. 12 വയസ്സുള്ള ആൾക്ക് ഭഗവാന്റെ അമ്മയാവാനും പറ്റും, 99 വയസ്സുള്ള ആൾക്ക് ഭഗവാന്റെ കാമുകിയാവാനും പറ്റും. അത് സാധിക്കും കൃഷ്ണഭക്തിയിൽ. അതിന് ഒരിക്കലും ഇത് 99 വയസ്സുള്ള വൃദ്ധയല്ലേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മാറ്റിക്കളയൊന്നുമില്ല. അവരും ഭഗവാനെ പ്രേമത്തോടു കൂടിയാണ് കാണണമെങ്കിൽ അവരെ ഭഗവാൻ രാധ എങ്ങനെയാണോ കണ്ടത്, രുക്മിണി എങ്ങനെയാണോ കണ്ടത്, അതുപോലെ മാറ്റും. അപ്പം നേരത്തെ അങ്ങ് ചോദിച്ചത് എങ്ങനെയെങ്കിലും കേരളീയ പാരമ്പര്യത്തിൽ അങ്ങനെ ഈ രാധയ്ക്ക് തത്തുല്യമായിട്ടുള്ള കഥാപാത്രം ഉണ്ടോ? രാധയ്ക്ക് തത്തുല്യമായിട്ടുള്ളത് ആരും ഇല്ലെങ്കിൽ പോലും ഭാഗവതം കണക്കാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുക രുക്മിണിയാണ്. രുക്മിണി സ്വയംവരത്തിന് വേണ്ടി ഭാഗവതം കേൾക്കാൻ വരുന്ന ആൾക്കാരടക്കം ഇന്നും ഉണ്ട്. കാരണം കൃഷ്ണന്റെയും രുക്മിണിയുടെയും കല്യാണം കാണാലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ, രുക്മിണി ദേവിയുടെ വിവാഹത്തിന്റെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾ, എന്തെങ്കിലും രുക്മിണി എടുക്കണം, വിഗ്രഹം കയ്യിലേന്തണം എന്ന് താല്പര്യപ്പെടുന്ന പെൺകുട്ടികൾ നറുക്കിട്ടെടുക്കുകയാണ് ചെയ്യുക ഈ കുട്ടിയുടെ പേര് സപ്താഹവേദിയിൽ. അപ്പം എനിക്ക് രുക്മിണി എടുക്കാൻ പറ്റണേ ആ കുട്ടി രുക്മിണിയെ കാണുക ചെയ്യുക. അതാണ് ഈ ധർമ്മത്തിന്റെ മഹത്വം. ഒരു വിഗ്രഹം എടുത്തിട്ട് പോവാന്നല്ല, ആ വിഗ്രഹം എടുത്ത പെൺകുട്ടി ആ നിമിഷം ആരാണ്? രുക്മിണിയാണെന്നാണ്. അപ്പോൾ ഭഗവാന്റെ ഭാര്യയുടെ സ്ഥാനം ആ കുട്ടിയെ കൈവരുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ സ്ഥാനത്താണ് നമ്മളെ ആ യജ്ഞാചാര്യൻ പോലും ബഹുമാനിക്കും അവർ വരുമ്പോൾ. രുക്മിണി സ്വയംവരം കഥ പറയുന്ന സമയത്ത് രുക്മിണി എടുത്ത കുട്ടിയെ ഏറ്റവും മുമ്പിലിരുത്തി കഥ കേൾപ്പിക്കും. ആദ്യം പ്രസാദം കൊടുക്കുക ആ കുട്ടിക്കാണ്. കാരണം ആ കുട്ടി രുക്മിണിയാണ്. ഇപ്പം നമ്മൾ പൊതുവിൽ ഈ സനാതനധർമ്മത്തെ ഇങ്ങനെ നിരാകരിക്കാൻ വേണ്ടി പലരും പറയുന്ന സാധനമാണ് ഈ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം. സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ധർമ്മം നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അമ്പാടി ശരിക്കും കേരളത്തിൽ മാത്രമാണോ ഉള്ളത്, അതോ ഉത്തരേന്ത്യയിൽ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അമ്പാടി എന്ന പേര്? അമ്പാടി അല്ല, വൃന്ദാവന ലീലകൾ. ഭഗവാന്റെ 3-4 കാലഘട്ടം ലീലകൾ പറയാറുണ്ട്. ഒന്ന് ഈ പറഞ്ഞ വ്രജലീല, അതായത് ഈ അമ്പാടിയിലുള്ള ഭഗവാന്റെ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള. പക്ഷെ അമ്പാടി എന്ന പേര് മലയാളമല്ലേ? അമ്പാടി എന്നല്ല അതിന് പറയാം, ഗോകുലം എന്നാണ് പറയുന്നത്. ഗോകുലം എന്നാണ് അവിടെ പറയുന്നത്. നമ്മളിവിടെ അതിനെ കണക്കാക്കുന്നതാണ് അമ്പാടി. ഇപ്പൊ ഈ കന്നയ്യ എന്ന് വിളിക്കുന്നത് നമ്മളിവിടെ കണ്ണ എന്ന് വിളിച്ചല്ലോ അല്ലേ. ഈ വ്രജം അല്ലെങ്കിൽ ഗോകുലം എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്ത് തന്നെയാണ് നമ്മളിവിടെ അമ്പാടി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ജീവിതത്തിൽ 4 ലീലകളാണ് പറയുക. ഒന്ന് ഈ വ്രജലീല അല്ലെങ്കിൽ ഗോകുല ലീല, രണ്ടാമത്തേത് വൃന്ദാവന ലീല, മൂന്നാമത്തേത് മധുരാലീല, നാലാമത്തേത് ദ്വാരകാലീല. ഈ 4 ലീലകളാണ് ഭഗവാൻ തന്റെ ജീവിതാവസാനം വരെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതിൽ ഒരു കാലഘട്ടം എത്തുന്ന സമയത്ത് വ്രജലീലയ്ക്ക് ഭഗവാന് ഭംഗം വരുന്നത്, ഇവിടെ ഭയങ്കര ആക്രമണമാണ്, ഈ കുട്ടിക്ക് ഇവിടെ വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ല. അതുകൊണ്ടാണ് അവർ ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് മാറി താമസിക്കുന്നത്. വൃന്ദാവനത്തിൽ ഭഗവാൻ കഴിയുന്ന സമയത്താണ് ഈ പറയുന്ന രാസക്രീഡ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വൃന്ദാവനം അവിടെ തന്നെ ഉണ്ടല്ലോ, ഭഗവാന്റെ രാസനൃത്തം ഒക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ധനുർയാഗത്തിന് ഭഗവാനെ അക്രൂരർ കൂട്ടിക്കൊണ്ടുപോകുന്നത് തൊട്ട് കംസവധം തൊട്ടിട്ടുള്ള പിന്നീടുള്ള കുറച്ചു കാലമാണ് മധുരാലീല. ഭഗവാൻ ഉഗ്രസേനെ രാജാവാക്കി അദ്ദേഹം അവിടുത്തെ ഒരു കിങ് മേക്കറായിട്ട് താമസിക്കുന്ന സമയം. അപ്പോഴാണ് നിരന്തരമായിട്ട് ജരാസന്ധൻ്റെ ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ യുദ്ധം നിരന്തരം നടക്കുന്നൊരു സ്ഥലത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് കരുതി ഭഗവാൻ രാത്രിക്ക് രാത്രി ഈ പറയുന്ന വിശ്വകർമാവിനെ കൊണ്ട് കടലിൻ്റെ നടുക്ക് ഒരു പട്ടണം ഉണ്ടാക്കി. അതാണ് ദ്വാരക. ഇന്ന് കാണുന്ന ദ്വാരകയല്ല. ആ ദ്വാരക കടലിൽ ഭഗവാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഭഗവാൻ പോയതോടുകൂടി പോയിട്ടുണ്ട് പലതും. വൃന്ദാവനാണ് നമുക്ക് ഇന്നും ബാക്കിയുള്ളത്. അപ്പോൾ ആ ദ്വാരക കടലെടുത്തു എന്നാണല്ലോ പറയുന്നത്. അപ്പം അവിടെ ഭഗവാൻ ഉപാസിച്ചിരുന്ന ആ വിഗ്രഹമാണ് ഇന്ന് ഗുരുവായൂരിരിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ സമയത്തും ഭഗവാൻ ഓരോരോ പ്രദേശത്ത് പോയി അവിടുത്തെ ആളുകളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കാറുള്ളത്. ഇപ്പം ഇപ്പോൾ നമ്മൾ ദ്വാരക എടുക്കുകയാണെങ്കിൽ അത് ഗുജറാത്തിലേക്ക് വരുന്നു. ഉത്തർപ്രദേശിലാണ് മധുരയും അല്ലെങ്കിൽ വൃന്ദാവനമൊക്കെ ഉള്ളത്. ഭഗവാൻ ഇവിടെ ഒരു മധുര നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ വേറൊരു മധുരയുണ്ട്. ഇവിടെ ബലരാമസ്വാമി വന്നിട്ടുണ്ടെന്ന് പറയാറുണ്ട് ഭാഗവത്തിൽ. അദ്ദേഹത്തിൻ്റെ തീർത്ഥാടന കാലത്ത് അദ്ദേഹം ഇവിടുത്തെ മധുരയിലും വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പല പല ദിക്കുകളെയൊക്കെ തന്നെ കണക്ട് ചെയ്തൊരു ചൈതന്യമായിട്ടാണ് ഭഗവാനെ കാണുന്നത്. ഇപ്പം ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് വടക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു ചൈതന്യമാണ്. ദ്വാരക എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് രണ്ടിനെയും കണക്ട് ചെയ്തു കൃഷ്ണൻ എന്നും ഭഗവാൻ ലീല കൊണ്ട് പറയാറുണ്ട്.
പിന്നെ ഞാനെപ്പോഴും പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടും നമ്മുടെ പൂജാമുറിയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അമ്പാടിയാണ് അല്ലേ. അവിടെ ഒരു വിളക്ക് കത്തിച്ച് ഒരു വെണ്ണ ഒരു പായസമൊക്കെ നമ്മൾ വെക്കുമ്പോൾ അവിടെ ആ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഭൂലോക വൈകുണ്ഠ അമ്പാടിയൊക്കെ തന്നെയാണെന്നാണ് സന്തോഷം.